നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയ്ക്ക് കാരണമായ അന്തരീക്ഷ ഘടകങ്ങൾ ദുർബലമായതോടെ ഇന്നു മുതൽ മഴ കുറയും. കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും മഴ ദുർബലമാവുകയാണ്. ഇതോടെ ഇരു സംസ്ഥാനങ്ങളിലും ചൂട് കൂടി തുടങ്ങുകയാണ്. കേരളത്തിൽ ഇന്നും ഒന്നോ രണ്ടോ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കും. കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടത്തരം ശക്തമായ മഴയ്ക്കൊക്കെ സാധ്യമുള്ളതായി സൂചനകൾ വരുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ 36 ഡിഗ്രിയിലേക്ക് പകൽ താപനില കൂടും. കഴിഞ്ഞ ദിവസം വ്യാപകമായി മഴ ലഭിച്ചതിനാൽ തെക്കൻ മധ്യ ജില്ലകളിൽ ചൂട് ഇന്ന് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിലും ചൂട് വർദ്ധിക്കും. തമിഴ്നാട്ടിലും ചൂട് കൂടുകയാണ്. തമിഴ്നാട്ടിലെ ഉൾനാടൻ മേഖലകളായ ഈറോഡ്, സേലം, വെല്ലൂർ ജില്ലകളിൽ പകൽ ചൂട് 40 ഡിഗ്രി പിന്നിടും. ആന്ധ്രാപ്രദേശിലും ചൂട് 40 ഡിഗ്രിയിലേക്കാണ് എത്തുന്നത്. തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിലും വരും ദിവസങ്ങളിൽ ചൂട് കൂടും. ഉപഗ്രഹ ചിത്രങ്ങളിൽ കേരളത്തിന് മുകളിൽ ഇപ്പോഴും ഈർപ്പത്തിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. എന്നാൽ ഇവ പൂർണ്ണമായി മഴ പെയ്യുവാനുള്ള അന്തരീക്ഷ സാഹചര്യം കുറയുകയാണ്. കണ്ണൂർ, തൃശൂർ, എറണാകുളം ജില്ലകളിലും കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും വയനാട്ടിലും രാവിലെ മൂടൽമഞ്ഞിന് സാധ്യത ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, ഊട്ടി, തിരുപ്പൂർ, ഈറോഡ്, വാൽപ്പാറ, പൊള്ളാച്ചി എന്നിവിടങ്ങളിലും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. ഇന്നും നാളെ മഴയ്ക്ക് സാധ്യത ഉള്ളതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ശക്തമായി മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കേരളത്തിലും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനം നടത്താം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് പൊതുജനങ്ങൾ പല നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ട്. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ല എങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. പരമാവധി ശുദ്ധജലം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞതോ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളോ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ഉറപ്പായും ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. സംഭാരം, ORS ലായനി തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തത്തിനുള്ള സാധ്യതകളുണ്ട്. അത് കാരണം ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തുക. ചൂട് അധികരിക്കുന്ന സാഹചര്യമുണ്ടായാൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം, ക്ലാസ് മുറികളിൽ വായു സഞ്ചാരവും ഉറപ്പാക്കേണ്ടതുണ്ട്. പരീക്ഷാ കാലമായതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളുകളും ജലലഭ്യത ഉറപ്പാക്കുക. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ്. കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ 11 മണി മുതൽ 3 മണി വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കുവാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽക്കേ തന്നെ ഇത്തരത്തിൽ മുൻകരുതൽ സ്വീകരിക്കണം. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്.